സുസ്വാഗതം. ആദ്യമായിട്ട് ഞാൻ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുന്ന കാര്യം നമുക്ക് വിശിഷ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് ഞാൻ സ്വാഗതത്തിന് ആളെ വിളിക്കാം. ആദ്യമായിട്ട് ഈ സത്സംഗത്തിന്റെ പേര്, സത്സംഗത്തിന്റെ തുടക്കം, അതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഈ സത്സംഗം 2022 മാർച്ച് മാസം നമ്മൾ ജഗത്സാക്ഷിദാസ് പ്രഭുവിന്റെ കൂടെ വൃന്ദാവനത്തിൽ പോയ ഏകദേശം 150 ഡിവോട്ടീസ് പോയിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഒരു കൂട്ടായ്മയായിട്ട് അവിടെ വെച്ചിട്ട് വൃന്ദാവനത്തിൽ വെച്ചിട്ട് രൂപീകരിച്ച ഒരു സത്സംഗമാണ്. അതിനുശേഷം നമ്മുടെ മസ്കറ്റിലുള്ള രാഗിണി ദേവിദാസ് മാതാജി ആയിരുന്നു തുടക്കം ഭക്തിവിഷ ക്ലാസ് തുടങ്ങിയത്. അതിനുശേഷം മാതാജിക്ക് ഭക്തിശാസ്ത്രി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അത് എന്നിലേക്ക് നിക്ഷിപ്തമായത്. അങ്ങനെ ഞാൻ ഭക്തിവിഷ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് 2 വർഷം കൊണ്ട് 64 ആഴ്ചകൾ പൂർത്തിയായി ഭക്തിവിഷയുടെ. അങ്ങനെ ഞാൻ ഖത്തറിൽ നിന്ന് ഓൺലൈനിലാണ് ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നത്. സൂമില് എല്ലാവരും പക്ഷേ നാട്ടിലുള്ള മാതാജിമാരാണ്. ഏകദേശം 10-30 പേരോടും ഉണ്ടായിരുന്നു. അങ്ങനെ റെഗുലറായിട്ട് ഒരു 10-20 പേരോടും 20-25 വിസിറ്റിംഗ് വൈഷ്ണവ്സ് ഇടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആള് കൂടുതൽ അങ്ങനെ എൻ്റെ കുറിച്ചിലൊക്കെ നിൽക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഓൺലൈൻ സത്സംഗമായതുകൊണ്ട് എല്ലാവർക്കും ഇടയ്ക്കെന്തോ കൂടിയാലോ എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ ഞങ്ങൾ 1-ാം വാർഷികം ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ വൃന്ദാവൻ റെസിഡൻസിൽ ഏറ്റുമാനൂർ ഒന്ന് സംഘടിച്ചു. സക്സസ്ഫുൾ ആയി ഏകദേശം 10-20 ഡിവോട്ടീസിനോട് പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം അതിവിപുലമായ പരിപാടികളോടുകൂടി നടത്താനായിട്ട് അതേ സമയമാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ ലീവ് സാങ്ഷനായത് വലിയ പെരുന്നാളിന്റെ ഇതിനോട് ചേർന്നാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ചില മാതാജിമാരൊക്കെ തന്നെ വിദേശത്ത് പോയിരിക്കുന്നു, ചിലർ കുട്ടികളുടെ സ്കൂള്, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും വരാമെന്ന് കൺഫേം ചെയ്ത് 40 പേരിൽ തന്നെ ഇപ്പോൾ എത്തിച്ചേരിക്കുന്നത് വളരെ കുറച്ചാണ്. അങ്ങനെ പലർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് പോലും എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യമാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സത്സംഗമാണ്. അപ്പം ഈ സത്സംഗത്തിന് 64 ഭഗവത്ഗീതയുടെ ആഴ്ച കടന്നു പോയിട്ട് ഇനി നമുക്ക് ശ്രീമദ് ഭാഗവതം തുടങ്ങാം. അപ്പൊ ഇന്നത്തെ ആ ഒരു ചടങ്ങ് തുടങ്ങിയ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്ന ക്ലാസിന്റെ ഓൺലൈൻ ക്ലാസിന്റെ ഇനാഗുറേഷൻ ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത ക്ലാസിന്റെ ഇനാഗുറേഷൻ ആണ് നടക്കാൻ പോകുന്നത്. വൈഷ്ണവ സംഘവും അപ്പൊ നമുക്ക് വിശിഷ്ട അതിഥികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അവരെ സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ഏറ്റുമാനൂർ ശ്രീമാൻ പ്രഭുവിനെ ക്ഷണിക്കാം. കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനേ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി വശാത്യ ദശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna 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 Hare 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 Rama Hare Rama 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 എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതികളായ നമ്മുടെ മാലിനി മാതാജി ഹരിപ്പാട് സ്വദേശമാണ്. മാലിനി മാതാജിയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 30 വർഷത്തിന് മുന്നിൽ ഇസ്കോൺ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം സമയം എടുത്ത് വളരെ തിരക്കേറിയ ജീവിതം തിരിച്ചുകൊണ്ട് പോകുന്ന മാതാജിയെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സുകീർത്തി പ്രഭു മാലിനി മാതാജിയെ പുനരണിയിക്കുന്നതിന്
ക്ഷണിക്കുന്നു. അടുത്തതായി സുസ്വാഗതം. ആദ്യമായിട്ട് ഞാൻ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുവാണ്. കാര്യം നമുക്ക് വിശിഷ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് ഞാൻ സ്വാഗതത്തിന് ആളെ വിളിക്കാം. ആദ്യമായിട്ട് ഈ സത്സംഗത്തിന്റെ പേര്, സത്സംഗത്തിന്റെ തുടക്കം, അതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഈ സത്സംഗം 2022 മാർച്ച് മാസം നമ്മൾ ജഗസാക്ഷിദാസ് പ്രഭുവിന്റെ കൂടെ വൃന്ദാവനത്തിൽ പോയ ഏകദേശം 150 ഡിവോട്ടീസ് പോയിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഒരു കൂട്ടായ്മയായിട്ട് അവിടെ വെച്ചിട്ട് വൃന്ദാവനത്തിൽ വെച്ചിട്ട് രൂപീകരിച്ച ഒരു സത്സംഗമാണ്. അതിനുശേഷം നമ്മുടെ മസ്കറ്റിലുള്ള രാഗിണി ദേവിദാസ് മാതാജി ആയിരുന്നു തുടക്കം ഭക്തിവിഷ ക്ലാസ് തുടങ്ങിയത്. അതിനുശേഷം മാതാജിക്ക് ഭക്തിശാസ്ത്രി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് അത് എന്നിലേക്ക് നിക്ഷിപ്തമായത്. അങ്ങനെ ഞാൻ ഭക്തിവിഷ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് 2 വർഷം കൊണ്ട് 64 ആഴ്ചകൾ പൂർത്തിയായി ഭക്തിവിഷയുടെ. അങ്ങനെ ഞാൻ ഖത്തറിൽ നിന്ന് ഓൺലൈനിലാണ് ഈ ക്ലാസ് നടത്തിക്കൊണ്ടത്. സൂമില് എല്ലാവരും പക്ഷേ നാട്ടിലുള്ള മാതാജിമാരാണ്. ഏകദേശം 10-30 പേരോടും ഉണ്ടായിരുന്നു. അങ്ങനെ റെഗുലറായിട്ട് ഒരു 10-20 പേരോടും 20-25 വിസിറ്റിംഗ് വൈഷ്ണവൻസ് ഇടയ്ക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം ആള് കൂടുതൽ അങ്ങനെ എൻ്റെ കുറിച്ചിലൊക്കെ നിൽക്കായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പം ഈ ഓൺലൈൻ സത്സംഗമായതുകൊണ്ട് എല്ലാവർക്കും ഇടയ്ക്ക് എന്തോ കൂടിയാലോ എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ ഞങ്ങൾ 1-ാം വാർഷികം ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ഞങ്ങളുടെ വൃന്ദാവൻ റെസിഡൻസിൽ ഏറ്റുമാനൂരിൽ ഒന്ന് സംഘടിച്ചു. സക്സസ്ഫുൾ ആയി ഏകദേശം 10-20 ഡിവോട്ടീസുകളോട് പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം അതിവിപുലമായ പരിപാടികളോടുകൂടി നടത്താനായിട്ട് അതേ സമയമാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ ലീവ് സാങ്ഷനായത് വലിയ പെരുന്നാളിൻ്റെ ഇതിനോട് ചേർന്നാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ചില മാതാജിമാരൊക്കെ തന്നെ വിദേശത്ത് പോയിരിക്കുന്നു, ചിലർ കുട്ടികളുടെ സ്കൂള്, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും വരാമെന്ന് കൺഫേം ചെയ്ത് 40 പേരിൽ തന്നെ ഇപ്പോൾ എത്തിച്ചേരിക്കുന്നത് വളരെ കുറച്ചാണ്. അങ്ങനെ പലർക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് പോലും എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യമാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു സത്സംഗമാണ്. അപ്പം ഈ സത്സംഗത്തിന് 64 ഭഗവത്ഗീതയുടെ ആഴ്ച കടന്നു പോയിട്ട് ഇനി നമുക്ക് ശ്രീമദ് ഭാഗവതം തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ആ ഒരു ചടങ്ങ് തുടങ്ങിയ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്ന ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇനാഗ്രേഷൻ ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിന്റെ ഇനാഗ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത്. വൈഷ്ണവ സംഘവും. അപ്പോൾ നമുക്ക് വിശിഷ്ട അതിഥികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെ സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ഏറ്റുമാനൂർ ശ്രീ മധുപ്രഭുവിനെ ക്ഷണിക്കുകയാണ്. कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेषा शून्यवादी वशात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളായ നമ്മുടെ മാലിനി മാതാജി ഹരിപ്പാട് സ്വദേശമാണ്. മാലിനി മാതാജിയെ പറയുകയാണെങ്കിൽ ഏകദേശം 30 വർഷത്തിന് മുന്നിൽ ഇസ്കോൺ എന്ന ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം സമയം എടുത്ത് വളരെ തിരക്കേറിയ ജീവിതം തിരിച്ചുകൊണ്ട് പോകുന്ന
സുകീർത്തി പ്രഭു. മാലിനി മാതാജിയെ പുനരണിയിക്കുന്നതിന് വേണ്ടി മായാപൂരിൽ നിന്നെത്തിയിരിക്കുന്ന ജലാശയ മാതാജിയെ ക്ഷണിക്കുന്നു. അടുത്തതായി പൊന്നാള ത്രിഭുവൻ പ്രഭു. മായാപൂർ ഇസ്കോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ കൽക്കട്ടയിലെ മായാപൂരിലാണ് മാതാജി സേവനം അനുഷ്ഠിക്കുന്നത്. വളരെ തിരക്കുള്ള ജീവിതത്തിനിടയ്ക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മാതാജിയെ സ്വാഗതം ചെയ്യുന്നു. മാതാജിക്ക് ഉപകാരം സമർപ്പിക്കുന്നത് ഉഷ മാതാജി, ഉത്തമ ഭക്തിയുടെയും ദാസ. ഉത്തമഭക്തി ദേവദാസ മാതാജി ആരാധിക്കുന്നു. അതുപോലെ നമ്മുടെ ഖത്തറിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സർവപതി ഭാവദാസ് പ്രഭുവിനെയും അദ്ദേഹത്തിന്റെ മാതാജിയും ഈ ഹരകൃഷ്ണ സത്സംഗം പ്രേമപ്രധാന സത്സംഗത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും പ്രേമപ്രധാനം. അടുത്തെന്താണ് ഭാരതി വേദിക്കാണോ? കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഗുരുദേവ് ഗുരുദേവ്
सीतामाई की जय। ഹരേ കൃഷ്ണ. ഇനി അടുത്തതായിട്ട് കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ശ്ലോകം എടുത്ത് വായിക്കുന്നതായിരിക്കും. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയും. മല്ലി മാതാജി. ഹരേ കൃഷ്ണ. സ്വാഗതം. नमो भगवते वासुदेवाय। हरे कृष्ण. श्रीमद् भगवद्गीता यथारूपम अध्याയം 7 श्लोकम 3 ज्ञान विज्ञान योग. मनुष्याणां सहस्रेषु कश्चिद्यदति सिद्धये यदतामपि सिद्धानां अस्मिन् वेति तत्त्वतः मनुष्याणां सहस्रेषु कश्चिद्यदति सिद्धये यदतामपि सिद्धानां अस्मिन् वेति तत्त्वतः. മനുഷ്യാണാം സഹസ്രങ്ങളിൽ വെച്ച് യോഗ അഥവാ സിദ്ധിക്കായിട്ട് യതതി യത്നിക്കുന്നു യതതാ യത്നിക്കുന്ന സിദ്ധാനാം അപി സിദ്ധന്മാരിലും വെച്ച് ഒരാൾ മാത്രം എന്നെ തത്വതഃ പടി പോലെ വേത്തി അറിയുന്നു. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. മനുഷ്യർ പല വിധത്തിലുള്ളവരാണ്. അനേകായിരങ്ങൾ ഒരുവന് മാത്രമേ പരമസത്യമെന്ത്, ശരീരമെന്നാൽ എന്ത്, ആത്മാവെന്ത് എന്നെല്ലാം അറിയാൻ ലഭിക്കത്തക്ക വണ്ണം അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൽ താല്പര്യമുണ്ടാകാറുള്ളൂ. പൊതുവെ മനുഷ്യ സമൂഹം ഭക്ഷണം, നിദ്ര, സ്വയം രക്ഷ, കാമപൂർത്തി തുടങ്ങിയ ജന്തു സഹജങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് തന്നെ ജീവിതം കുറിച്ചുകൊണ്ടു. അതീന്ദ്രിയ ജ്ഞാനത്തിൽ കൗതുകമുള്ളവർ എത്രയോ ദുർലഭം. ഭഗവത്ഗീതയുടെ 6 അധ്യായങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത് ആർക്കു വേണ്ടിയാണെന്ന് ഇനി പറയുന്നു. ആത്മസാക്ഷാത്കാരം, പരമാത്മസാക്ഷാത്കാരം, ജ്ഞാനയോഗം, ധ്യാനയോഗം എന്നിവയിലൂടെയുള്ള സാക്ഷാത്കാരം, ആത്മാവും പദാർത്ഥവും തമ്മിൽ വേർതിരിച്ചറിയൽ എന്നിങ്ങനെയുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. വ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാവാം. കൃഷ്ണനെ അറിയുക
അറിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതത്രേ അത്. പരമപുരുഷനാണ് കൃഷ്ണൻ, അതേസമയം പരബ്രഹ്മ വിജ്ഞാനങ്ങൾക്ക് അതീതനുമാണ്. ബ്രഹ്മ പരമാത്മ വിജ്ഞാനങ്ങൾക്ക് അതീതനുമാണ്. കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള യത്നത്തിൽ യോഗികളും ജ്ഞാനികളും ആശയക്കുഴപ്പത്തിലാകും. അദ്വൈതവാദികളിൽ ശ്രേഷ്ഠനായ ശ്രീപാദ ശങ്കരാചാര്യരെ പോലും തന്റെ ഗീതാഭാഷ്യത്തിൽ കൃഷ്ണനാണ് പരമപുരുഷനായ ഭഗവാനെന്ന് സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവ്യക്തിഗത ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവർക്കും കൃഷ്ണൻ ഉദാഹരണമാണ് അഭിപ്രായം. കൃഷ്ണനാണ് പരമപുരുഷനായ ഭഗവാൻ. സർവകാരണങ്ങൾക്കും കാരണഭൂതനും ആദികുമാരമായ ഗോവിന്ദനും അദ്ദേഹം തന്നെ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാഗി ഗോവിന്ദ സർവകാരണകാരൻ. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനേന്ദ്രസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുണ്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂമിതലേ ശ്രീമതേ ജയപ്രദായ സ്വാമി നിധിനാമിനി നമ. ആചാര്യപാദായ നിതായ കൃപാപ്രദായിനി ഗൗരവപ്രദായ നഗരഗ്രാമകാരിണി നമ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിധിനാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ വാസവി ഗൗരവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ഓർഗനൈസ് ചെയ്ത ജയേഷ് പ്രഭു, അതുപോലെ ഇവിടുത്തെ സംഘാടകർക്കെല്ലാം എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം എൻ്റെ അഭിവന്ദനായ എൻ്റെ ഗുരു ദീക്ഷാഗുരുവായുള്ള ശ്രീ ദേവദാന സ്വാമിക്ക്, അതുപോലെ ഗുരു പരമ്പരയ്ക്ക് ശ്രീലക്കുമാരനും, അതുപോലെ ശിക്ഷാഗുരുക്കന്മാരായിട്ടുള്ള ഗ്രേസ് വിജയവേണുതി, ഹർ ഗ്രേസ് പ്രേമപുത്രി മാതാജി, ശ്രീ ഗ്രേസ് കീർത്തികൃഷ്ണദാസ് പ്രഭുജി, എല്ലാവരുടെയും മാതാവിൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ശ്രീമദ് ഭഗവതിയുടെ ഓൺലൈൻ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ വലിയൊരു ഭഗവത്ഗീത, എന്താണ് ഭഗവത്ഗീത? ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞതാണ് ഗീത. ആർക്ക് വേണ്ടി? നമ്മൾ എന്നാൽ നമുക്ക് വേണ്ടി ഏത് തലമുറകൾക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ ഒരു വലിയ തത്വം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അതിനെ ഒരു പരിപാലനം മാത്രം. ഇപ്പൊ ശ്രീമദ് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ, അതായത് ഓരോ പറയുമ്പോൾ ഈ പറയുന്നതിനെ വിശദമായിട്ട്, അതായത് കർമ്മം, കാലം, പ്രകൃതി, പുരുഷൻ, അതുപോലെ തന്നെ ദീപാത്മാവ്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്കൊന്നും അറിയില്ല. അവരെല്ലാം അജ്ഞരാണ്. ഭൗതിക വിശേഷ കഴിയത്തിലെ ആൾക്കാരെല്ലാം അജ്ഞരാണ്. അജ്ഞത കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ അറിയാനും ഈശ്വരന്റെ തത്വങ്ങളെ അറിയാനും ഈശ്വരന്റെ നമ്മൾ പോയി ഈശ്വര അംശമാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവ് ഭഗവാൻ പരമാത്മരൂപേണ കുടികൊള്ളുന്നുണ്ടെന്നോ ഒന്നും അറിയില്ല. ബ്രഹ്മദേവൻ പറയുന്നു, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദി ഗോവിന്ദ സർവകാരണകാരൻ. ഭഗവാനാണ് എല്ലാത്തിൻ്റെ. നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണത്തിലാണ് ഭഗവാൻ എല്ലാത്തിൻ്റെയും പിന്നിൽ ആയ അധ്യക്ഷേണ പ്രകൃതി സരാചരം ദേവനായന കൗന്ദേയ ജഗദ്വിച്ചുണ്ടത്തിലെ ഈ ഭൗതിക ലോകം പ്രവർത്തിക്കുന്നത് പോലും എൻ്റെ അധ്യക്ഷതയിലാണ്. എല്ലാത്തിൻ്റെയും കാരണം ഒരു ഉൾപ്പെടി പോലും ചലിക്കുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് ഒരുപാട് നമ്മൾ അജ്ഞരാണെങ്കിലും അതേപോലെ നമ്മൾ പാപികളാണെങ്കിലും നമുക്ക് ഈ ഒരു ഭഗവത്ഗീതയിൽ നമുക്ക് ഭഗവാനായിട്ട് കാട്ടിത്തന്ന, അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരായിട്ട് നമുക്ക് കാട്ടിത്തന്ന ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളൊക്കെ അജ്ഞരാണ്. പക്ഷെ നമ്മുടെ ആചാര്യന്മാരെയാണ് നമ്മൾ ആദ്യം നമിക്കേണ്ടത്. കാരണം അവരുടെ അനുഗ്രഹം കൊണ്ടാണ്, എസ്പെഷ്യലി ഇവിടെ ഗുരുവായൂരിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോട് ജന്മാസം അദ്ദേഹത്തോട് കടന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഓരോ ശ്ലോകവും എഴുതിയിട്ട് അതിൻ്റെ ഓരോ നമുക്ക് മനസ്സിലാവുന്നു ഇല്ല. രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ
മാതാജി ശ്രീമദ് ഭഗവത്ഗീത പഠിച്ച് നല്ല ഒരു കുട്ടിയാക്കി. Very good.